ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് സാരി കൊടുത്തേക്കണമെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ ഒരു ഹാർമണി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് നമ്മുടെ ടീമിൽ കേട്ടോ. ഹാർമണി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഒരു മൾട്ടി കൾച്ചറൽ കൺട്രി ആയതുകൊണ്ട് ഇവിടെ എല്ലാ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്ത് ഇവരൊരു എല്ലാവർക്കും ഒരു ആക്ടിവിറ്റീസ്, അതായത് കൾച്ചറൽ വീക്ക് പോലെ 16 to 21 വരെ മാർച്ചിൽ ഇവർ ഹാർമണി ഡേ ആഘോഷിക്കും കേട്ടോ. അപ്പോൾ ഈ സ്കൂളിലൊക്കെയാണ് പിള്ളേരോട് അവരവരുടെ കൾച്ചർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരാൻ പറയും. അപ്പം നമ്മൾ നമ്മുടെ ടീമായിട്ട് ആഘോഷിച്ചപ്പോൾ നമ്മളും എല്ലാവരോടും പറഞ്ഞു നിങ്ങളുടെ കൾച്ചറൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാരിയാണ് നമ്മുടെ കൾച്ചറൽ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ ഞാൻ സാരി ഉടുത്തുകൊണ്ട് പോയി. യൂഷ്വലി ഈ ഹാർമണി ഡേയുടെ കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ് കളർ തീം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നമുക്ക് ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അവനവൻ്റെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഫുഡും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് നമ്മുടെ വകയായിട്ട് ഞങ്ങൾ ഇന്ത്യൻസ് എല്ലാം കൂടെ ചെയ്തത്. ഓസ്ട്രേലിയൻസ് അവരുടേതായ ഫുഡുകളൊക്കെ കൊണ്ടുവന്നു, നമ്മൾ നമ്മുടെ ഫുഡ്. അങ്ങനെ അവർ ഓരോരുത്തരുടെയും ഓസ്ട്രേലിയൻസ് ആണെങ്കിൽ അവർ വന്നേക്കുന്ന ഹെറിറ്റേജ് അനുസരിച്ച് ഐറിഷ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ അവരവരുടെ കൾച്ചറിലുള്ള എന്തെങ്കിലും ഒത്തൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ അവർ കൊണ്ടുവന്നു കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ അത്ര അനുകൂലമായിരുന്നില്ലെങ്കിലും നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു.